ഹായ് ഓൾ, ന്യൂസിലൻഡ് നഴ്സ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒബ്ജക്റ്റീവ് സ്ട്രക്ചർ ക്ലിനിക്കൽ എക്സാം. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ മെയിൻലി എന്തൊക്കെ തരത്തിലുള്ള അസസ്മെന്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഓസ്കിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിന്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ എന്താണ്, അത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്ലി ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഇതിൽ ഒരു സ്റ്റേഷൻ നിങ്ങൾക്കായിട്ട് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. എല്ലാവർക്കും അറിയാം, വൺസ് CBT പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്കി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഓസ്കി പ്രൊവൈഡർ എന്ന് പറയുന്നത് നഴ്സ് മോഡ് സിമുലേഷൻ ആൻഡ് അസസ്മെന്റ് സെന്റർ വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ക്രൈസ്റ്റ്ചർച്ച്, ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ്ചർച്ചിലാണ് ഉള്ള നഴ്സ് മോഡ് എന്ന് പറയുന്ന ആ ഒരു പ്രൊവൈഡറിന്റെ അണ്ടറിലാണ് നിങ്ങൾ ഓസ്കി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഇതൊരു 3 ദിവസത്തെ പ്രോഗ്രാമാണ്, നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. അതിൽ ഫസ്റ്റ് 2 days നിങ്ങളുടെ പ്രിപ്പറേഷൻ ഡേ ആയിരിക്കും. ആ പ്രിപ്പറേഷൻ ഡേയിൽ നിങ്ങൾക്ക് ഇവിടെ യൂഷ്വലി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ കൾച്ചറലി സേഫായിട്ട് എങ്ങനെ നിങ്ങളുടെ നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്യാം, ന്യൂസിലൻഡിന്റെ കൾച്ചർ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബ്രീഫ് ഇൻഫോർമേഷൻ ആ 2 ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ ദ തേർഡ് ഡേ എന്ന് പറയുന്നത് നിങ്ങളുടെ അസസ്മെന്റ് ഡേ ആണ്. സോ അസസ്മെന്റ് ഡേയിൽ നിങ്ങൾക്ക് അതൊരു 3 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു അസസ്മെന്റ് ആയിരിക്കും നടക്കുക. സോ ഈ 3 മണിക്കൂറിൽ നിങ്ങൾക്ക് 10 സ്റ്റേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഓരോ സ്റ്റേഷൻസിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാരിയോസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. ആ സിനാരിയോസ് നിങ്ങൾക്ക് പെർഫോം ചെയ്യുന്നതിനായിട്ട് ടോട്ടൽ 10 മിനിറ്റ്സും അതുപോലെ ഒരു എക്സ്ട്രാ 2 മിനിറ്റ്സും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് 2 മിനിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിനാരിയോ വായിച്ചു നോക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ സിനാരിയോ എങ്ങനെ പെർഫോം ചെയ്യാമെന്ന്, അതായത് വേണ്ട കാര്യങ്ങൾ ചെറുതായിട്ട് നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ദ നെക്സ്റ്റ് 8 മിനിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് തന്നിരിക്കുന്ന സിനാരിയോയിൽ അതുപോലെ പറഞ്ഞിരിക്കുന്ന പോലെ നടത്തി അതുപോലെ അത് ഡോക്യുമെന്റ് ചെയ്യാനും കൂടെ ഉള്ള സമയമാണ് 8 മിനിറ്റ്സ്. സോ ഈ 10 മിനിറ്റ്സ് ആണ് നിങ്ങളുടെ മൊത്തം ഒരു സിനാരിയോ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം, ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ ഈ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റേഷനിൽ ഫെയിൽ ആകും. ദെൻ നെക്സ്റ്റ് 2 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകാനുള്ള ആ ഒരു ടൈമാണ്. ഓക്കെ, സോ 12 മിനിറ്റ്സ് ആണ് ടോട്ടൽ ഒരു സ്റ്റേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, സോ ഈ ഓരോ സ്റ്റേഷനിലും നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അസസ്മെന്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, സോ ഒരു സ്റ്റേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് അസസ്മെന്റ്, അതായത് ഒരു മെന്റൽ ഹെൽത്ത് പേഷ്യന്റിനെ ആയിരിക്കും നിങ്ങൾക്ക് അസസ് ചെയ്യേണ്ടത്. സോ ഡീറ്റെയിൽഡ് മെന്റൽ ഹെൽത്ത് എക്സാമിനേഷൻ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഫിസിയോളജിക്കൽ അസസ്മെന്റ്, അതുപോലെ തന്നെ സ്പെസിഫിക് ഫിസിയോളജിക്കൽ അസസ്മെന്റ്, ദെൻ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി, എമർജൻസി മാനേജ്മെന്റ്, ക്ലിനിക്കൽ സ്കിൽസ്, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം വർക്ക്, പ്ലാനിംഗ് ഓഫ് നഴ്സിംഗ് കെയർ, മാനേജിംഗ് ദ ഡിറ്റോറേറ്റിംഗ് പേഷ്യന്റ്. സോ ഇങ്ങനെയുള്ള ഒരു 10 സ്റ്റേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ദിവസം അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഡിറ്റോറിയേറ്റിംഗ് പേഷ്യന്റ്. സോ ഡിറ്റോറിയേറ്റിംഗ് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പേഷ്യന്റ് ബ്ലഡ് പ്രഷർ താഴുന്നു. സോ നിങ്ങൾ അത് എങ്ങനെ എസ്കലേറ്റ് ചെയ്യുന്നു, ഓക്കെ, എസ്കലേറ്റ് ചെയ്യും ആ ഒരു രീതിയിൽ. ദെൻ എമർജൻസി മാനേജ്മെന്റ്, ഒരാൾ കൊളാപ്സ് ആയി, നിങ്ങളുടെ മാനേജ്മെന്റ് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനാരിയോസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ദെൻ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. സോ നോർമൽ ആയിട്ടുള്ള നമ്മൾ 5 റൈറ്റ്സ് വെച്ച് നമ്മൾ മെഡിക്കേഷൻ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള അസസ്മെന്റ് ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ നടക്കുക. ഇതിൽ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു മാർക്കിംഗ് ക്രൈറ്റീരിയ, ഓരോ സ്റ്റേഷൻസിലും എന്ത് തരത്തിലായിരിക്കും ഈ എക്സാമിനർ അല്ലെങ്കിൽ എക്സാമിനർ എന്തായിരിക്കും നോക്കുക. ഓക്കെ, റൈറ്റ് ആയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് അവർ നോക്കുക. നിങ്ങൾ പ്രോപ്പർലി ക്ലിനിക്കൽ കൺസേൺ എസ്കലേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. നിങ്ങൾ ഒരു പേഷ്യൻ്റ്, ഇപ്പോൾ ഡിറ്റോറിയേറ്റിംഗ് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ അത് എസ്കലേറ്റ് ചെയ്യുന്നുണ്ടോ പർട്ടിക്കുലർ ഒരു പേഴ്സണിലേക്ക്, അതാണ് അവർ ഇതിൽ നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലിനിക്കൽ റീസണിങ്, അതുപോലെ നിങ്ങൾ കൾച്ചറൽ സേഫ് വേയിലാണ് നിങ്ങൾ നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിൽസ്, ക്ലിനിക്കൽ സ്കിൽസ്, നിങ്ങൾ കറക്റ്റായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസീസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ മാനേജിങ് എ പേഷ്യൻ്റ് ഡിസ്ട്രെസ്സിലുള്ളൊരു പേഷ്യൻറ്റിനെ നിങ്ങൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ. നഴ്സിംഗ് അസസ്മെൻറ്റ് നിങ്ങൾ കറക്റ്റായിട്ടാണോ അസസ്മെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് സേഫ് ആയിട്ടാണോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്
ഈ ഓരോ സ്റ്റേഷനിലും അസസർ നിങ്ങളിൽ നോക്കുക. ഓക്കെ, സോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ ഇതിൽ ഒരു അസസ്മെന്റ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റോൾ പ്ലേ ചെയ്ത് കാണിക്കുമെന്ന്. യെസ്, സോ എന്തായിരിക്കും ഞാൻ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക്? വേറെ ഒന്നുമല്ല, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം വർക്കാണ്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ എക്സാമ്പിൾ ആയിട്ട് പറയാം, കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഡിറ്റോറേറ്റിംഗ് പേഷ്യൻറ്റിനെ നമ്മൾ ക്ലിനിക്കൽ ടീമിനെ നമ്മൾ പ്രോപ്പറായിട്ട് റേസ് ചെയ്യുക, എസ്കലേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു പേഷ്യൻ്റ് ഒരു ഡിറ്റോറേറ്റ് ചെയ്യുവാണ്, ഇന്ന കാര്യങ്ങളുണ്ട്, സോ എന്താണ് ഇനി അടുത്തത് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നമ്മളിത് എസ്കലേറ്റ് ചെയ്യുവാണ്. സോ അത് ഒരു സിനാരിയോ. അല്ലെങ്കിൽ നഴ്സിംഗ് ഹാൻഡ് ഓവർ, അതായത് നിങ്ങൾ പേഷ്യൻ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നിട്ട് അടുത്ത ഷിഫ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടീം വർക്കിൽ നിങ്ങൾ ചെയ്യുന്നത്. സോ ടീം വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നഴ്സുമാരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നഴ്സസ് വിത്ത് അതർ ഹെൽത്ത് പ്രൊഫഷണൽസ് ലൈക്ക് എന്താ പറയുക, ഡോക്ടേഴ്സ് മാത്രമല്ല, ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ്, ആരൊക്കെയാണോ മറ്റ് മൾട്ടി ഡിസിപ്ലിനറി ടീം, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മളിവിടെ അവരിവിടെ അസസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ഇൻ ന്യൂസിലൻഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന് പറയുന്നത് ഇസ്ബാർ ആണ്. ഇസ്ബാർ കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. നമ്മൾ എന്തെങ്കിലും ഡോക്ടേഴ്സിനോടോ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനോടോ, കാരണം എല്ലാവർക്കും എല്ലാ പേഷ്യൻറ്റിനെ കുറിച്ചും അറിഞ്ഞിരിക്കാനുള്ള വഴിയില്ല. സോ നമ്മൾ അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വേയിലാണ് നമ്മൾ ഈ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇസ്ബാർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്ബാർ യൂസ് ചെയ്യുന്നത്? കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. ഈ ഇസ്ബാർ എന്ന് പറഞ്ഞ ഒരു അക്രോണിം, വാട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ. സോ ഐ മീൻസ് ഐഡന്റിഫിക്കേഷൻ. സോ ഐഡന്റിഫൈ ആരെയൊക്കെ ചെയ്യേണ്ടത്? സോ ഐഡന്റിഫൈ യുവർസെൽഫ്, അതായത് ഞാനും ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ സോ ടു ഹൂം യു ആർ ടോക്കിംഗ് ടു, ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇപ്പം ഞാൻ ഒരാളെ വിളിക്കുവാണ്, ആ ആൾ നമ്മൾ സംസാരിക്കേണ്ടത് ഒരു പർട്ടിക്കുലർ ടീം ഡോക്ടറിനോടാണ്, പക്ഷേ ഫോൺ ചെല്ലുന്ന വേറെ ആരെങ്കിലും ആയിട്ടാണെങ്കിലോ, ഹൂം യു ആർ ടോക്കിംഗ് ടു, ആരോടാണ് സംസാരിക്കുന്നത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ദെൻ നമ്മൾ 2 ഐഡന്റിഫയേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് ഈ നമ്മളുടെ ഫോണിൻ്റെ മറുതലുള്ള ആളോട് പറയുകയും വേണം. സോ എന്ന് പറയുന്നത് ഐഡന്റിഫൈ, നമ്മൾ ആരാന്ന് പറയുക, അതുപോലെ തന്നെ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ആരെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് കൃത്യമായിട്ട് 2 ഐഡന്റിഫയേഴ്സോട് കൂടി നിങ്ങൾ സംസാരിക്കാൻ ആരംഭിക്കുക. ഓക്കെ, സോ ഐഡന്റിഫിക്കേഷൻ. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് സിറ്റുവേഷൻ. വാട്ട് ഈസ് ദ റീസൺ ഫോർ മേക്കിംഗ് ദിസ് കോൾ? ഓക്കെ, സോ എന്തിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ ഒരു കോള് മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പം പേഷ്യൻ്റ് എന്തിനാണ് അഡ്മിറ്റ് ആയത്, അതായത് റീസൺ ഫോർ അഡ്മിഷൻ നമ്മൾ അവിടെ പറയണം. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത്? ഇപ്പം ഒരാൾക്ക് എന്തിട്ടാ പറയണേ, അക്യൂട്ട് കൺഫ്യൂഷൻ പെട്ടെന്നുണ്ടായി, സോ നിങ്ങൾ അതിൽ വറീഡാണ്, നിങ്ങൾ കൺസേൺഡ് ആണ്, ഇത് പുതിയതാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളിത് ഈ ഒരു കോൾ മേക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പറയണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബാക്ക്ഗ്രൗണ്ട്. ഒരു റിലവൻ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ പറയണം. ഓക്കെ, സോ ലൈക്ക് ഇപ്പോൾ ഒരു ഹൈപ്പോ ഗ്ലൈസീമിയ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഏജ്ഡ് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണ്, ഓൾറെഡി ഹിസ്റ്ററി ഓഫ് UTI ഉണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ. സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ അസസ്മെന്റ്. നിങ്ങളുടെ അസസ്മെന്റ് എന്താണ്? നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് അസസ്മെന്റ് ആണ് നടത്തിയത്? ഇപ്പം നമ്മൾ എന്തായാലും ഒബ്സർവേഷൻ എടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ GC സ്കോർ അല്ലെ, ഗ്ലാസ്കോ സ്കെയിൽ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, സോ അത് ചെയ്തത് എന്താണെന്ന് പറയുക. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കൺസേൺസ്, ഇപ്പോൾ ലാബ് റിസൾട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക. ഓക്കെ, ദെൻ ദ R. ഓക്കെ, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? സോ റെസ്പോൺസ്, ഇപ്പം ഒരു പനിയുള്ള ആളാണെങ്കിൽ നമ്മൾ പറയാം, ഓക്കെ നമ്മൾ കൂളിംഗ് കെയർ സ്റ്റാർട്ട് ചെയ്തു, പാരസിറ്റമോൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നില്ലേ, അത് തന്നെ. എന്നിട്ട് അവരോട് അഡ്വൈസ് ചെയ്യുക, ഇനി എന്തെങ്കിലും ഫർദർ ഓർഡേഴ്സ് അല്ലെങ്കിൽ ഫർദർ മാനേജ്മെന്റ് ഞങ്ങൾ ഇവിടുന്ന് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ആ ഒരു സ്റ്റേഷനിൽ നിങ്ങളുടെ എന്താ പറയുന്നത് ആ ഒരു സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ,
സോ ഞാനൊരു സിനാരിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യണം. സോ ദ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, you received a 90-year-old Mr. X from emergency department. So he's admitted with pneumonia, and you found out that the patient is a bit confused, okay, at the end of the handover. And also he has fever, okay, his temperature is 39.4. So ഈ ഒരു സിനാരിയോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു സിനാരിയോ അവിടെ പെർഫോം ചെയ്യുക? ആ ഒരു സ്റ്റേഷനിൽ നിങ്ങൾ കിട്ടിയേക്കുന്ന ഈ ഒരു സിനാരിയോ ആണ്. സോ ഹൗ യു ആർ ഗോയിങ് ടു പെർഫോം ദിസ് സിനാരിയോ? സോ ഹിയർ വി ഗോ. Hi, my name is Nimi, one of the RNs from Ward 10. Whom I am talking to? Hello, Mrs. Smith. Okay, this is regarding Mr. X, NHI 1234, who is transferred from emergency department this afternoon, admitted with pneumonia. When he arrived to Ward 10, he was completely oriented and alert. But half an hour ago, I found out that he is a bit confused. He can't even recall his full name and date of birth. And he thinks that he is attending a party at the pub. When I checked his observation, I found out that his temperature is spiking. His current temperature is 39.4. And also his heart rate is 124 per minute. I noticed some increased urinary frequency. I have started some cooling cares, paracetamol 1 gram already given. And I noticed some elevation of WBC in the last lab results. And just noted that no urine culture or blood culture has been sent from emergency department. Would you like me to send some urine culture and blood culture? Please advise. So that's a scenario, okay? സോ ഇങ്ങനെയുള്ളൊരു സിനാരിയോസ് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് റോൾ പ്ലേ ഒക്കെ ചെയ്ത് നോക്ക്. ഓക്കെ, സോ അത് നിങ്ങളിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ആ ഒരു ദിവസം നിങ്ങൾക്ക് കോൺഫിഡൻറ്റോട് കൂടി ഈ ഒരു സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ് ബാർ ടൂൾ, അതായത് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ സിറ്റുവേഷൻ എന്താണെന്ന് പറയണം, ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയണം. ദെൻ അതുപോലെ എന്തെങ്കിലും നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അസസ്മെന്റ് ചെയ്തു എന്നിട്ടുണ്ടെങ്കിൽ അത് പറയണം. ദെൻ നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾ എടുത്തത്, നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ എൻഡിൽ പറയാം. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇനി ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു ടീം മെമ്പറിന് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾക്ക് അവർ പറയുന്നത് നമ്മൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ അടുത്ത വീഡിയോയിൽ വേറൊരു സ്റ്റേഷനുമായിട്ട് ഞാൻ വരാം. സോ അതുവരത്തേക്കും എല്ലാവർക്കും ബൈ.